SNCS ലേഡീസ് ഫോറം അവതരിപ്പിക്കുന്ന മദേഴ്സ് ഡേ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ദയവായി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവദശകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദ്രക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. SNCS ലേഡീസ് ഫോറം അവതരിപ്പിക്കുന്ന മദേഴ്സ് ഡേ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സൃഷ്ടിയിൽ അധിഷ്ഠിതമാണ്. അതിനു കാരണഭൂതയായ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഈ ലോകത്തിലെ സകല സ്നേഹവും കരുതലും വാത്സല്യവും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ സ്പർശം, ആദ്യത്തെ പാഠം എല്ലാം അമ്മയിൽ നിന്ന് തന്നെയായിരിക്കും. നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ ആഹ്ലാദിക്കുകയും നമ്മുടെ വേദനകളിൽ താങ്ങും തണലുമായി മാറുകയും ചെയ്യുന്ന അമ്മയോളം വലുതായ ഒരു അത്ഭുതം ഈ ഭൂമിയിൽ വേറെയുണ്ടോ? കടലോളം സ്നേഹം ഉള്ളിലൊതുക്കി ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ത്യാഗത്തിൻ്റെ പര്യായമാണ് ഓരോ അമ്മയും. പുരാതന ഗ്രീക്കിലെ ദൈവമാതാവായ റിയയോടുള്ള ആദരസൂചകമായാണ് മാതൃദിനം ആചരിച്ചു തുടങ്ങിയത് എന്ന് ചരിത്രം പറയുന്നു. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം. 1905 ഈൽ റിവാസ് ജാവിസ് തൻ്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് ആണ് മാതൃദിനത്തിന് പ്രചാരണം തുടങ്ങിയത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓർമ്മിക്കാനും സ്നേഹിക്കാനുമുള്ളതല്ല അമ്മയുടെ സ്ഥാനം എന്ന് നമുക്കറിയാം. എങ്കിലും ലോകം മുഴുവനും അമ്മമാരെ ഓർക്കുന്ന, അവരുടെ സ്നേഹത്തെ വാഴ്ത്തുന്ന മാതൃദിനത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്കും പ്രകടിപ്പിക്കാം അവരോടുള്ള അടങ്ങാത്ത സ്നേഹം. ഈ ചടങ്ങിലേക്ക് ആശംസകൾ അർപ്പിക്കാൻ SNCS ചെയർമാൻ ശ്രീ D. കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ഷൈൻ, ലേഡീസ് ഫോറം കൺവീനർ ശ്രീമതി സംഗീത ഗോകുൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ആദ്യമായി ആശംസകൾ അർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ഡി കൃഷ്ണകുമാറിനോട് അഭ്യർത്ഥിക്കുന്നു. Good evening. ആദരണീയനായ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഷൈൻ ചെല്ലപ്പൻ, ലേഡീസ് ഫോറം കൺവീനർ സംഗീത ഗൂഗിൾ, വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, SNCS കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിലെത്തിയ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നിവിടെ ഇൻ്റർനാഷണൽ മദർ ഡേ ആദരിക്കുന്ന SNCS ലേഡീസ് ഫോറത്തിന് അവതരിപ്പിക്കുന്ന മംസ് ഓൺ ദ റാമ്പ് എന്ന പ്രോഗ്രാമിലേക്ക് എത്തിയ എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും ഗുരുദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ആർദ്രമായ വാക്കാണ് അമ്മ. അറിവും നിറവും കനിവും ഘനവും ഒക്കെയായി അമ്മ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് ഏറ്റവും സുന്ദരമായത്. കേവലം ഒരു ദിനത്തിൻ്റെ ഓർമ്മയ്ക്കപ്പുറം ജീവിതാന്ത്യം വരെ നെഞ്ചിലേറ്റി പോറ്റുന്ന അമ്മമാർക്ക് ആദരപൂർവം സ്മരിച്ചുകൊണ്ട് ആശംസകളോടെ ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു. ഗുരുധർമ്മം ജയിക്കട്ടെ. നന്ദി ചെയർമാൻ. അടുത്തതായിട്ട് നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ഷൈൻ ചെല്ലപ്പനോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ആരാധനായ ചെയർമാൻ ഡി കൃഷ്ണകുമാർ, ലേഡീസ് ഫോറം കൺവീനർ സംഗീത ചേച്ചി, മറ്റ് മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അവതാരിക സൂചിപ്പിച്ച ഒരു ഭാഗത്തോടുകൂടിയാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. മദേഴ്സ് ഡേ. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഈ മദേഴ്സ് ഡേ പരിചയം തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ അടുത്ത കാലത്ത് ആണ് ഇത് ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിലേക്ക് എത്തിയത് ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും ഒരു മദേഴ്സ് ഡേ സെലിബ്രേഷനിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടുന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചപ്പോൾ ഈ മാറി വന്ന ലോകത്തിൻ്റെ തിരക്കുകൾ മൂലം പലപ്പോഴും അമ്മമാർക്കും കൂടെ അച്ഛന്മാർക്കും വേണ്ടി നമ്മൾ എത്രത്തോളം സമയം ചെലവിടാൻ കഴിയുന്നു എന്നുള്ള എൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും ഈ മദേഴ്സ് ഡേ എങ്കിലും നമ്മൾ കൊണ്ടുപിടിച്ച് ആഘോഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. ഈ ഒരു ദിവസം മാത്രമല്ല, അത് അവതാരിക ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു ദിവസം മാത്രമല്ല അമ്മമാരുടെ പ്രാധാന്യം. ഒരു മാതൃത്വം അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു ജന്മം നൽകുക എന്നുള്ളത് മാത്രമല്ല, നമ്മളിരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ഒരു സ്വഭാവ രൂപീകരണം നമ്മളിപ്പോൾ എന്താണോ അതിൻ്റെ ഒരു ബേസ് നമുക്ക് പകർന്നു തന്നത് നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര വളർന്നാലും ഏത് ലെവലിലേക്ക് എത്തിയാൽ പോലും അതിൽ അമ്മ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അച്ഛനേക്കാളുപരി അമ്മ എന്ന് പറയുന്ന അമ്മയുടെ ആ ഒരു കരുതലും എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കും. അത് എല്ലാവരും ഓർക്കണം.
എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളാൽ കഴിയുന്നത് എന്താണോ അവർക്ക് വേണ്ടി ചെയ്യണം. ഞാനത് എനിക്ക് പേഴ്സണലി ഈ അടുത്ത സമയത്ത് ഒരു അനുഭവം ഉണ്ടായി. അത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, വിവാഹ വാർഷികം അവരുടെ 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് നാട്ടിലേക്ക് പോകുന്നതിനോ പറ്റിയോ ഒന്നും ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ ആ ഒരു 2-3 ദിവസത്തിന് മുമ്പ് പെട്ടെന്ന് തീരുമാനിച്ചു, നമുക്കൊന്ന് പോയാലോ. അങ്ങനെ ഞാനും മഞ്ജുവും കൂടെ പോയി. ആരോടും പറയാതെ പോയി. അവർക്കാർക്കും അറിയില്ലായിരുന്നു നമ്മൾ ചെല്ലും എന്നുള്ളത്. അവർ നമ്മളെ അധികം പ്രതീക്ഷിച്ചിട്ടുമില്ല, കാരണം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ആ ദിവസം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഏറെ വളരെ ഞാൻ അന്നേരമാണ് ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക അവർക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ എന്ത് ചെയ്താലും കിട്ടാത്തൊരു സന്തോഷം അവരിൽ ഉണ്ടാക്കാൻ എനിക്ക് ആ ഒരു സന്ദർശനം കൊണ്ട് മാത്രം കഴിഞ്ഞു എന്നുള്ളത്, അത് തന്നെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായത് അപ്പോഴാണ്, അവിടെ ചെന്നതിന് ശേഷമാണ്. ഇപ്പോഴും അവരെ സംബന്ധിച്ച് നമ്മൾ ആ നൽകിയൊരു മൊമെൻ്റ്, അതിന് വലിയൊരു സന്തോഷമാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന അമ്മമാർ, ഇവിടെ എല്ലാവരും അമ്മമാരൊക്കെ ഉണ്ട്, കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രായം ചെന്ന അമ്മമാരെ പ്രത്യേകം ഓർക്കണം. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ഒന്നും വേണ്ട, നമുക്കധികം അവരൊന്നും വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ഈ അടുത്ത സമയത്ത് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ എന്തായാലും അമ്മ എന്ന് പറയുന്ന ആ ഒരു മഹാ അത്ഭുതത്തിന് ഈ ഒരു ദിവസം എല്ലാ അമ്മമാർക്കും, ഇനി അമ്മമാരാവാനായിട്ട് ഇരിക്കുന്നവർക്കും, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവർക്കൊരമ്മയുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ഈ ആശംസ നേർന്നുകൊണ്ട്, അവർക്ക് മുന്നിൽ മടങ്ങിക്കൊണ്ട്, ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. നന്ദി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ശ്രീ ഷൈൻ. അപൂർവമായ നിമിഷങ്ങൾ നമ്മളുടെ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ജീവിത മൂല്യം. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കാൻ SNCS ലേഡീസ് ഫോറം കൺവീനർ ശ്രീ സംഗീതയെ ക്ഷണിക്കണം. താങ്ക് യു. ആദരണീയനായ SNCS ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ ഡി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ശ്രീ ഷൈൻ, പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നമുക്കെല്ലാം അറിയാം, അമ്മ എന്ന് പറയുന്നത് സ്നേഹമാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി അമ്മ അല്ലെങ്കിൽ അച്ഛനായിരിക്കും. ഞാനടക്കം ഇവിടെയുള്ള ഓരോ അമ്മമാരും സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ പറയും, ഞാനും ഒരമ്മയാണ്. ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളുടെ സന്തോഷമാണ്. ഞങ്ങളവർക്ക് നൽകുന്നത് ഞങ്ങളുടെ സ്നേഹവും വാത്സല്യവുമാണ്. ശരിയല്ലേ? ശരിയല്ലേ? അതെ. ഓക്കെ. ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരുന്നു. ഒപ്പം അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നമ്മളും ഇന്നിവിടെ മാതൃദിനം ആഘോഷിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. 2-3 ദിവസങ്ങളിലുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ക്ഷമിക്കുക. ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ അമ്മമാർക്കും മക്കൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിനായി അവരെ അണിയിച്ചൊരുക്കിയവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ നമ്മുടെ MC നല്ല രീതിയിൽ ഇവിടെ നമ്മളെ പരിപാടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന MC-യോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. നന്ദി സംഗീത. സംഗീതയെപ്പറ്റി എനിക്ക് 2 വാക്ക് പറയാതെ ഇനി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം SNCSൽ നടക്കുന്ന ഏതൊരു പ്രോഗ്രാമിൻ്റെയും എനിക്ക് തോന്നുന്നു സ്റ്റേജിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് സംഗീതയാണ്. കാരണം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ MC ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ സംഗീതയോട് ആദ്യം പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ പിന്നെ പറയാമെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും എന്നെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും സംഗീത വിളിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പ്രോഗ്രാം പറ്റി ഞാനങ്ങ് വിട്ടുപോയി.
പിന്നെ സംഗീത എനിക്ക് പിന്നെ മെസ്സേജ് ചെയ്തു, ജയശ്രീ നമ്മളുടെ പ്രോഗ്രാം ഇങ്ങനെയൊക്കെയാടാ, അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ വേണമെന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ചിന്തിച്ച ഡ്യൂട്ടിയുള്ള ദിവസമാണ്, അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിലാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സേജുകൾ. അപ്പം ഞാൻ സംഗീത പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയിലാണ് സംഗീത, ഞാൻ പിന്നെ മെസ്സേജ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ആ ഡെഡിക്കേഷൻ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മളുടെ ഈ SNCSലെ എല്ലാ കുട്ടികളെയും പ്രാക്ടീസ് ചെയ്യിച്ച് സ്റ്റേജിൽ കൊണ്ടുവരിക, അതിൻ്റെ പിന്നിൽ അവരെ അണിയിച്ചൊരുക്കുക, അമ്മമാരെ അണിയിച്ചൊരുക്കുക, അതിലൊരു വലിയ ഒരു മഹത്തരമായിട്ടുള്ള ഒരു കർത്തവ്യം സംഗീത ഈ SNCSന് വേണ്ടി നിർവഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രത്യേകിച്ചൊരു കയ്യടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡ്യൂട്ടിയുടെ ഇടയിൽ മെസ്സേജ് അയച്ചത് ഇനി പറയരുത് പ്ലീസ്. സോറി, വെറുതെ പറഞ്ഞതാണ്. നമ്മൾ എസൻസിലുള്ള എല്ലാവരും ഇപ്പം അത്രയും എനിക്ക് തോന്നുന്ന ഒരു ഒഫീഷ്യൽ ചടങ്ങല്ല ഇത്. എല്ലാവർക്കും പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ മാത്രം പറഞ്ഞതാണ്. ഇനിയും എല്ലാവരും വേദിയിലേക്ക് സദസ്സിലേക്ക് ഉപവിഷ്ടരാകാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി രസകരമായ ഒരു റീൽസുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു സുചിത്ര ബിജു, ആദിനാഥ് ബിജു ആൻഡ് ആരാധ്യ ബിജു. പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളിക്കൂട്. ഒന്നാങ്കിളിപ്പാട്ടിൻ കഥ ചൊല്ലിയിടുമാ കാറ്റിൽ ഒന്നായി ഒന്നിച്ചാടി ചെറുവണ്ണാങ്കിളിക്കൂട്ടം. ചില്ലാടുമാമേട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ ഒന്നാങ്കിളി കണ്ടു തുടു പൊന്നാണയത്താലം പൊന്നാണയത്താലം. ഒന്ന് അടങ്ങിയിരിക്കും മോനെ, മുഖക്കുരി പോകാനായിട്ടാടാ. അയ്യ, അമ്മയ്ക്ക് വട്ടാണ് ഈ രക്തേന്ദ്ര മഞ്ഞളൊക്കെ തേക്കാനായിട്ട്. ആരാടി പറഞ്ഞ രക്തേന്ദ്രം കൊള്ളില്ലാന്ന്? ചെറുക്ക, മോത്തി മഞ്ഞളൊക്കെ തേച്ച അവസാനം നിനക്ക് രോമം കൊടുക്കൂല. നീ വല്ല ഓയിൻമെന്റും തേക്കേണ്ടി വരും. ഓയിൻമെന്റ് വാങ്ങിച്ച് നീ തേച്ചോണ്ടാ മതി. നീ ഗുരുവാരത്തെ വാക്ക് ചേർത്ത് കണ്ടിട്ടുണ്ടോ? എന്തൊരു തേജസ്സാ. എല്ലാ ദൈവങ്ങൾക്കും രക്തേന്ദ്രവും കളഭവാ തേക്കുന്നത്. കള്ളപ്പോലടാ, കളഭം. പിന്നെ അമ്മയോട് പറഞ്ഞിട്ടില്ലേ ദൈവങ്ങളോട് രക്തേന്ദ്രം തേക്കണം. എടി 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 എടി, നീ കണ്ണി കണ്ടതൊക്കെ വാരി തേച്ചിട്ടല്ലേ തൈ ചൊറി പിടിച്ചോലായേ? എന്റെ കൈ കണ്ടോ എന്ത് സോഫ്റ്റ്, നിന്റെ കൈ എന്ത് സോഫ്റ്റ്. ഈശ്വര, പിന്നെ അമ്മ വലിയ സിനിമ നടിയല്ലേ? അതന്നെ. കളിയാക്കണ്ടടാ, ഞാനും സിനിമാ നടി ആയനെ. പണ്ട് കലാമണ്ഡലത്തിലായിരുന്നപ്പം കമലദളത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരൊക്കെ വന്നു. മോഹൻലാൽ എന്നെ കണ്ടതും ഷോ ഈ കുട്ടി മതി സിനിമയ്ക്ക്, ഈ കുട്ടിയെ സിനിമയ്ക്ക് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുക. എന്നിട്ടെന്താ എന്നെ സിനിമാ നടി എന്നാരും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തള്ളൊന്നും അല്ലടാ, അച്ഛൻ വിടാഞ്ഞിട്ടാ. അതേതായാലും നന്നായി. അമ്മയുടെ അച്ഛനെ കലാമണ്ഡലത്തിന് മുന്നിൽ ഒരു മുറുക്കാങ്കട ഉണ്ടെന്നല്ലാതെ അതുമായിട്ട് അമ്മയ്ക്ക് എന്ത് ബന്ധം? അമ്മ മുറുക്കാങ്കടയല്ല, ഫാൻസി സ്റ്റോർ. കാന്താരി അരച്ച് നാക്കി തേക്കുവേ. ആ, കാന്താരി തെച്ചോണ്ടിരുന്നു. അച്ഛൻ വരുന്നുണ്ട്, ഞാൻ പോകും. അയ്യോ, വിളക്ക് വെച്ചില്ല. രസകരമായ ഈ റീൽസ് ഇവിടെ അവതരിപ്പിച്ച ആദിനാഥ് ബിജു, ആരാധ്യ ബിജുവിന് ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിനായിട്ട് വേദിയിലേക്ക് അമ്മയെ ക്ഷണിക്കുന്നു. അമ്മ സുചിത്രയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലേഡീസ് ഫോറം കൺവീനർ വേദിയിലേക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി ശ്രീ സുജിത്ത. അടുത്തതായി മുത്തേ മുത്തേ എന്ന ഗാനവുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ശിഖ ഷിബു.
പാടാം, നടക്കുമ്പോൾ പാടാവുണ്ട് എടുക്കാം. ഒരു ടെക്നിക്കൽ എററാണ്. വീണ്ടും ശിഖ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നു മുത്തേ മുത്തേ എന്ന ഗാനവുമായി. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ കാൽത്തളയിൽ കൈവളയിൽ കിലുകിലുനീ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ പിച്ച പിച്ച വയ്ക്കും കൺമണിയേ കൃഷ്ണമണിനേ പിച്ച പിച്ച വയ്ക്കും കൺമണിയേ ഇമ്മിഴി തന്നിലെ കൃഷ്ണമണിനേ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ
നന്ദി ശിഖ. മനോഹരമായി ഗാനം ആലോപിച്ച ശിഖ ഷിബുവിന് സ്നേഹോപകാരം നൽകുവാൻ ഷീനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി, നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾക്ക് കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നമുക്കറിയാം. അതിൻ്റെ ഒരു റീൽസുമായിട്ട് വേദിയിലെത്തുന്നു നിമിഷ അരുൺ. സച്ചിൻ, നിമിഷ അരുൺ. நாங்காலி நாங்காலி மொத்தமா சேர்த்து இப்ப நாங்காலி. eating or not? என்ன பண்ற? eat first. You know what is the time? தெரியுதா உனக்கு time? eat first. 2 minutes I'll give you. I'm coming now. Sachin, eating? Eating or not? Shall I come there? Evlo nerama you're eating. Did you keep your timetable? Vegetarian? Huh? Una na 6:40 ஆயிடுச்சு. சாப்பிட சீக்கிரம். One last time I'll give you. Still you're eating. போதும் சாப்பிட்டு. வாங்க. சச்சின், சச்சின், என்னம்மா? என்ன பண்ற? சரி, why did you eat this? It's healthy, no? It's healthy food only, no? Why you didn't eat? Can you open this? Can you open this? That's why I didn't eat. Happy Mother's Day to all mothers. நாங்காலி നാങ്കാലി. നമ്മളേവരെയും ചിരിപ്പിച്ച ശ്രീമതി നിമിഷ സച്ചിൻ. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കരുതെന്നാണ് നിമിഷ പറയുന്നത്. മക്കൾ കഴിച്ചില്ലേ അമ്മമാർ കഴിച്ചോണം. എന്തെങ്കിലും സച്ചിന് സമ്മാനം നൽകുവാൻ നിമിഷയോട് അഭ്യർത്ഥിക്കുന്നു. കുട്ടിക്കൂറുകൂറും വന്നു കെട്ടിപ്പിടിക്കും കടകടയ്ക്കും നീ ചെറുത കൃതികളിൽ പൂമഴ പൊഴിക്കും പൂന്തേൻ മുഖം നോടി മറയും
ഇളനിത്തുള്ളി കനവിൽ തൂവി പാടി സ്നേഹപ്പൂത്തുമ്പി ചിറകിൽ ഇറകിൽ പറക്കാനൊരു മോഹം നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റെ ചൊല്ലും ചൊല്ലും ചക്കരവാക്കിലുണ്ട് മായക്കാറ്റെ നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. നമ്മളിവിടെ സ്റ്റേജിൽ ഇപ്പം രണ്ടുപേരെ കാണുന്നുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ രണ്ടുപേരുണ്ടെങ്കിലും ആക്ച്വലി 3 പേരുണ്ട്. നമ്മുടെ അലദ്യയുടെ അമ്മ അശ്വനി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ മോള് ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് അമ്മയുടെ ഇൻസ്പിറേഷൻ അവൾ കൈകൊണ്ട് അവൾ വീണ്ടും നല്ലോണം ഡാൻസ് ചെയ്തു. അപ്പം അലദ്യയ്ക്ക് സമ്മാനം നൽകുവാൻ അലദ്യയുടെ അമ്മ അശ്വിനിയോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മോംസ് ഓൺ റാം എന്ന പ്രോഗ്രാമാണ് ഈ വേദിയിൽ നടക്കുന്നത്. സുജി അജിത് ആൻഡ് ദക്ഷക് അജിത്, സിനി അമ്പിളി ആൻഡ് അമൃത അമ്പിളി, അഞ്ജന രാജേഷ് ആൻഡ് അക്ഷര രാജേഷ്, ഷൈമ രതീഷ് ആൻഡ് നന്ദന രതീഷ്, സീന ബാബു ആൻഡ് തീർത്ഥ ബാബു ഓൺ സ്റ്റേജ്. ഈ പ്രോഗ്രാം കൊറിയോഗ്രാഫ് ചെയ്തത് തീർത്ഥ രഘുവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം शिवसम्भूत भुवि संजात नम्बीदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ
ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാഹളമേ കാറും പേറണു നോവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിമേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുമ്പും ചൂരും കെട്ടിക്കോടും നേരം തീരം കാണാൻ ആടിത്താറി താളം തെറ്റിക്കേളം വീരൻ തീയിൽ തീരുന്നോ എല്ലാവരും വീണ്ടും ഒരു കയ്യടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ ഇത്ര മനോഹരി സുന്ദരിമാരായ അമ്മമാരും മക്കളും അവതരിപ്പിച്ച റാമ്പ് കൊറിയോഗ്രാഫ് ചെയ്തത് തീർത്ഥ രഘുവാണ്. തീർത്ഥ രഘുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തീർത്ഥ രഘുവിന് സ്നേഹ സമ്മാനം നൽകുന്നതിനായി അമ്മ പ്രസന്ന രഘുവിനെയും സംഗീതയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന അനുസരിച്ച് എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുജി അജിത് ആൻഡ് ദക്ഷക് അജിത്. ദക്ഷകിന് സമ്മാനം നൽകുവാൻ സുജിയോട് അഭ്യർത്ഥിക്കുന്നു. ലേഡീസ് ഫോറം കൺവീനേഴ്സ് സ്റ്റേജിലേക്ക് വന്നാൽ നല്ലതായിരിക്കും. അടുത്തതായി സിനി അമ്പിളി ആൻഡ് അമൃത അമ്പിളി. അമൃതയ്ക്ക് അമ്മ സിനി സമ്മാനം നൽകുന്നു. അടുത്തതായി അഞ്ജന രാജേഷ് ആൻഡ് അക്ഷര രാജേഷ്. അമ്മയും മകളും ഒരേപോലെയുണ്ട്. ഇത് സുന്ദരിമാരായിരിക്കുന്നു രണ്ടുപേരും. അമ്മ സമ്മാനം നൽകുന്നു. താങ്ക് യു. അടുത്തത് ഷൈമ രതീഷ് ആൻഡ് നന്ദന രതീഷ്. സമ്മാനം നൽകുവാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ക്ഷമയോട്. അടുത്തതായി സീന ബാബു ആൻഡ് തീർത്ഥ ബാബു.
ഇനി ഇതിൽ പങ്കെടുത്ത എല്ലാവരും വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു, ഒരു ഫോട്ടോ സെക്ഷനായിട്ട്. SNS സംബന്ധിച്ചിടത്തോളം അഭിമാനം കൊള്ളേണ്ട നിമിഷമാണിത്. കാരണം ചെറിയ സമയം കൊണ്ട് ഇത്രയും നല്ല ഒരു റാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് സംഗീതയെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ കാര്യത്തിൽ. അത്രമാത്രം അവരെ മികവുറ്റതാക്കിയത്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം TV ഷോകളിലൊക്കെ കാണുന്നതിൽ അതിനോട് തന്നെ കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ റാമ്പ് നടത്തിയത്. എല്ലാവർക്കും നന്ദി. അടുത്തതായിട്ട് നമ്മൾ ഇനി ഒരു ഗെയിം സെക്ഷനിലേക്കാണ് പോകുന്നത്. ഗെയിമിനായിട്ട് ശ്രീമതി രമ്യയ്ക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അടുത്തതായി നമുക്കൊരു ചെറിയ ഫൺ സെഷനാണ്. 5 വയസ്സിനും 11 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു 6 മക്കളും അവരുടെ അമ്മമാരും നമുക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് വരണം. അതിനായി കുട്ടികളെല്ലാവരും ഒന്ന് അകത്തേക്ക് വരണേ. നമ്മുടെ ഒരു ചെറിയ ഫൺ സെഷനാണ്. കുട്ടികളെല്ലാവരും അകത്തേക്ക് കയറിയെന്ന് വിചാരിക്കുന്നു. ഒരു 5 വയസ്സിനും ഒരു 11 വയസ്സിനും ഇടയിലുള്ള കൊച്ചുമക്കളും അവരുടെ അമ്മമാരും ഒരു 6 പേര് ഒന്ന് സ്റ്റേജിലേക്ക് വരണേ. ആർക്കും വരാം, വരും. ഷിമയും മോളും മോനും നിമിഷ, സച്ചിൻ. ഒരാളും കൂടെ, ഒരമ്മയും മോളും. ഒരു ചെറിയ ഫൺ, പെട്ടെന്ന് കഴിയും. ഇതിൽ നമുക്ക് ഒരു അമ്മമാർ നമ്മുടെ കുഞ്ഞു മക്കളൊന്ന് തൊട്ടറിഞ്ഞിട്ട് അത് അവരുടെ അമ്മയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഫണ്ണാണ്. കൈകളിൽ തൊടുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഓരോരുത്തരായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, 5 അമ്മമാർക്കും നിൽക്കാം. ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോള് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി ഒരു മോളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മക്കൾ ഇവിടെ നിൽക്കണേ.
ഇരിക്കുന്നേ കാണാവോ മോനെ? ഓക്കെ. നമ്മുടെ ഓരോരുത്തരും അമ്മമാരുടെയും കൈകളിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുക, പിടിച്ചു നോക്കുക. മോൻ്റെ അമ്മയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോൻ്റെ അമ്മയാണെങ്കിൽ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയണേ. No. Yes. മോളുടെ അമ്മയെ തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ സമ്മാനം അമ്മ തന്നെ മോൾക്ക് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം. No. Yes. നമ്മുടെ കുഞ്ഞു മോന് ഒരു ചെറിയ സമ്മാനം നമുക്ക് കൊടുക്കാം. അമ്മ തരും കേട്ടോ. ഇല്ലല്ലോ, ഉറപ്പല്ലേ? അമ്മയാണോ? അല്ല. ഷുവർ? അല്ല. ഓക്കെ. അല്ല. കഴിഞ്ഞില്ല. അല്ല. ആണ്. നമ്മുടെ കുഞ്ഞു മോന് ഒരു ചെറിയ സമ്മാനം. ആണോ? അല്ല.
നോ പറയണം. നോ. തികച്ചും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞുമക്കൾ സ്പർശനം കൊണ്ട് അമ്മമാരെ തിരിച്ചറിയുകയാണ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഈ ഒരു ഗെയിം കൊണ്ട്. ആക്ച്വലി എപ്പോഴും അത് നമുക്കത് സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല അല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതൊരു ഫൺ ഗെയിമാണ്, അതിൻ്റെ ആ രീതിയിൽ കണ്ടാൽ മതി. ആ ഫൺ ഗെയിം ആ കൊച്ചുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതെ, അത് കുഞ്ഞുകുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇവിടുന്ന് പോയത് പ്രൈസ് കിട്ടിയപ്പോൾ. തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അവർക്ക് പ്രൈസ് കിട്ടിയില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ? പ്രൈസ് കിട്ടി. നമ്മൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പ്ലീസ് എല്ലാവരും വീണ്ടും ഇതിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞു. ഗെയിം ഓവറായിരിക്കുകയാണ്. അടുത്തതായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം കണ്ടപ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ വീട് വിട്ട് കുറേ നാൾ പോയതിന് ശേഷം വീണ്ടും വീട്ടിലെത്തുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അമ്മ അദ്ദേഹത്തിനായിട്ട് മോനെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ ആശ്ചര്യത്തോടെ അയാൾ ചോദിക്കുന്നു അമ്മയോട്, ഞാൻ ഇത്രയും കാലം പോയിട്ട് ഇപ്പോൾ വന്നപ്പം അമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായി ഞാൻ ഇവിടെ ഇപ്പോൾ എത്തും, എനിക്ക് വേണ്ടി എങ്ങനെ ചോറ് കരുതി വെച്ചിരുന്നോന്ന്? അപ്പോൾ ആ അമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, മോനെ നിനക്ക് വേണ്ടി എന്നും ഞാൻ ചോറ് കരുതി വെക്കാറുണ്ട്. അതാണ് ഇവിടെ നമ്മളിവിടെ കണ്ടത്. മക്കൾ അമ്മയായിട്ടുള്ള ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത് നമുക്ക് അത് വിവരിച്ച് അറിയിക്കാൻ പറ്റുന്നതല്ല. അത് അത്രമാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ ഒരു സന്ധ്യ ആസ്വദിച്ചെന്ന് കരുതട്ടെ. കാലങ്ങൾ എത്രയൊക്കെ കടന്നാലും അമ്മയുടെ കൈകൾ തരുന്ന സുരക്ഷിതത്വം അത് മറ്റൊരിടത്തു നിന്നും നമുക്ക് കിട്ടുകയില്ല. അതുപോലെ കഴിഞ്ഞ മെയ് 12 നമ്മളുടെ ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ. ഈ ഒരു സുദിനത്തിൽ ഭൂമിയിലെ നമ്മുടെ സ്വന്തം മാലാഖമാരെ നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് വൈകാരികവും ബൗദ്ധികവും ആത്മീയവുമായ ആഴം ആവശ്യമുണ്ട്. വികാരം നിഗൂഢമായ ഒരു പ്രതിഭാസമല്ല, അത് ജൈവ പ്രക്രിയയുടെ പ്രതിഫലനമാണ്. ഈ വികാരങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ അമ്മമാർക്ക് തന്നെയാണ്. നമ്മളെ ഏത് പ്രതിസന്ധിയിലും കൈപിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഒപ്പം അച്ഛൻ്റെയും സപ്പോർട്ടുണ്ട് എങ്കിൽ തന്നെയും അമ്മയാണ് അതിന് എപ്പോഴും നമ്മൾക്ക് കൂട്ടായി ഉണ്ടാകാറുള്ളത്. ഒരിക്കൽ കൂടി അതിരുകളില്ലാത്ത ആഴമളക്കാൻ ആവാത്ത അമ്മയുടെ വാത്സല്യത്തിന് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കേവർക്കും ഒരു ശുഭ സായാഹ്നം. എല്ലാവരും പ്രസാദം കഴിച്ചിട്ട് പിരിഞ്ഞു പോകാമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.